ഫ്രണ്ട്സ്, കമ്പിളി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിൻ്റെ 28ാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ എനിക്ക് കോളേജിൽ പോകുന്ന ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് അമ്പലങ്ങളും കൂടി കയറിയിട്ട് പോകുന്നത് വെച്ചാൽ ഇത് പഴവങ്ങാടിയാണ്. ഗണപതി ക്ഷേത്രത്തിൽ ഞാനും അമ്മയും അപ്പച്ചിയും കൂടി പോയി. എന്നിട്ട് അതിന് തൊട്ടടുത്താണ് കേട്ടോ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം. അപ്പോൾ അവിടെയും കൂടി കയറിയിട്ട് ജസ്റ്റ് പോകാമെന്നുള്ളൊരു കോളേജിൽ പോവാം എന്നുള്ളൊരു ചെറിയൊരു പരിപാടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് മൈൻഡാണ്. എന്തിട്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്ക് മാത്രമാണ് തോന്നിയതെന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ചെന്ന സ്ഥിതിക്ക് ഒരു നല്ല അടിപൊളി വീഡിയോ ഒക്കെ അങ്ങ് എടുത്താളാന്ന് വിചാരിച്ചു. പിന്നെ കുറേ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്നെ വെയിൽ താമസിച്ചില്ല. കാരണം മുഖത്തടിച്ച് അത് നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്തത്ര വെയിലായിരുന്നു. പിന്നെ പോയിട്ട് വരുന്ന വഴിക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഒരു മസാല ദോശ കഴിച്ചു. എന്നിട്ട് നേരെ എന്തായാലും ഇനിയും ടൈമുണ്ട്, എനിക്ക് 12:30 കോളേജിൽ എത്തിയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ജസ്റ്റ് ഒന്ന് മൃഗശാലയിൽ കയറിയിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് മൃഗശാലയിലും കൂടി കയറി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇന്ന് സാധാരണ നമ്മൾ മൃഗങ്ങളെ മാത്രം കണ്ടിട്ട് അങ്ങ് പോകുന്നത്, അതൊക്കെയല്ലേ നമ്മൾ ചെയ്യണം. സത്യത്തിൽ ഇന്ന് ഞാൻ ശ്രദ്ധിച്ചത് ഓരോ മരത്തിലും ഇങ്ങനെ പേര് എഴുതിയിട്ടിട്ടുണ്ടല്ലോ. സത്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള മരമാണെങ്കിലും അതിൻ്റെ പേരറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇന്ന് ഓരോ മരത്തിൻ്റെയും പേര് ഞാൻ നോക്കിയാണ് പോയത്. ഇത് പെരുമരമാണ് കേട്ടോ. പെരുമരം സത്യം പറഞ്ഞാൽ 2 പേര് ചേർന്ന് നിന്ന് പിടിച്ചാലായിരിക്കും ഇത് പിടിയെത്തുന്നത്. അത്രയും വലിയ പെരുമരമായിരുന്നത്. കഴിഞ്ഞാൽ നോക്കടാ, ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാൻ വെച്ചാൽ സമ്മതിക്കില്ല. നോക്കണ്ട, വളരെ മോശം. ചെറുക്കൻ നോക്കിയില്ല, അതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. പോട്ടെ, നമുക്ക് അടുത്ത ആളെ നോക്കി പോകാമല്ലോ. അടുത്തത് തല്ലി. ഇത് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ബദാം മരം എന്നാണ് ഞാൻ പറയുന്നത്. ഈ മരത്തിൻ്റെ പേരാണ് മലയൂരം. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ മരത്തിൻ്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇതാണിത് അവിടുത്തെ ഒരു മാപ്പ് കേട്ടോ. ആ ഒരു സ്ഥലത്തിൻ്റെ മാപ്പാണിത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുത്ത പക്ഷികളുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാമെന്നുള്ളൊരു ഇതിൽ നിന്നപ്പോഴത്തേക്കും അടുത്ത മരത്തിൻ്റെ പേര് എൻ്റെ കണ്ണിപ്പെട്ടത്. അതിൻ്റെ പേര് വരികീർത്താളി. ഞാൻ ഈ മരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് ആനപ്പേരെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അടുത്തത് ഇത് ഒരു എണ്ണത്തിൻ്റെ പൂവാണ് കേട്ടോ. എന്തോ ഒരു പേരായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സമയത്ത് കഷ്ടപ്പെട്ട അവിടെ ഞാൻ വായിച്ചൊക്കെ എടുത്തെങ്കിലും പിന്നെ ഞാൻ അതങ്ങ് മറന്നുപോയി. അതിൻ്റെ പൂവാണ്, അതായത് അത് പൂവായിട്ടാണ് വരുന്നതെന്നോ അങ്ങനെ എന്തൊക്കെയോ അവിടെ നിന്നൊരു ആൻറ്റി എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. എന്നിട്ട് നേരെ അടുത്ത കൊക്കുകൾ, അതായത് സത്യം പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതലുള്ള സാധനം വെച്ചാൽ കൊക്കും മാനുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ഒന്നും വലുതായിട്ടൊന്നും ഇപ്പം മൃഗശാലയിലില്ല. പക്ഷെ പണ്ടൊക്കെ നമ്മളൊരു സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ പൊന്നു എന്തുമാത്രം സാധനങ്ങൾ കാണാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വലുതായിട്ടൊന്നുമില്ല. പിന്നെ ഇത് കുറച്ച് മുളങ്കാടുകളാണ്. അതിനുശേഷം ഇതെന്തോ നീർനായയോ അങ്ങനെ എന്തോ, ഞാൻ ആ സമയത്ത് ഇതിൻ്റെ പേര് നോക്കാൻ മറന്നുപോയി. പോട്ടെ, ഇതെന്തായാലും അത് നമ്മൾ വന്നത് കൊണ്ടോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്തോ എന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഇവിടെ നിൽക്കുന്ന കൊക്കിന് നോക്കിയാണോ വരുന്നതെന്നും എനിക്കറിയത്തില്ല. നേരെ എന്തായാലും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന കണക്ക് നല്ല രീതിക്ക് എൻ്റെ അടുത്ത് എന്നെ ആ കല്ല്, അതായത് ഈ കൊക്കിരിക്കുന്ന സ്ഥലത്ത് ഈ നീർനായ നേരെ അവിടെ വന്നിരിക്കുന്ന കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നീർനായല്ല, ഞാൻ ഏതോ ഒരു സിനിമ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പക്ഷെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എനിക്ക് എന്താണെന്ന് നല്ല ഓർമ്മയില്ല. എന്തായാലും നല്ല ഫോട്ടോ പോസ് ചെയ്യുന്ന കണക്ക് നല്ലോണം കൊച്ചു വന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ നല്ലൊരു 5-6 ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് അതായത് ഇത് കണ്ടൊക്കെ തീർന്നിട്ട് വേണം കോളേജിൽ പോകും. അത് പെട്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. അടുത്ത ദിവസം സിംഹത്തിനെ കണ്ടു കേട്ടോ. സിംഹം, പെൺസിംഹവും ആൺസിംഹവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു. ആരും ഇത് കണ്ടില്ല. ഞാനാണ് ഫസ്റ്റ് ഇവരെ കണ്ടത്. ഞാൻ കണ്ടത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടി വന്ന് യൂറോ സിംഹം, ദിവസിംഹം, ലയൺ, അത് ഇതെന്നും പറഞ്ഞൊക്കെ നോക്കിയത്. ഞാനാണ് ഫസ്റ്റ് കണ്ടത്. എനിക്കാണ് ഫസ്റ്റ് മുൻഗണന എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അതിനുശേഷം ഇത് യമുവാണ് കേട്ടോ. ഇത് അതിൻ്റെ അകത്ത് ആളിനൊന്നും ചെയ്യുന്നില്ല. നല്ല ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. പിന്നെ അത് ചീരയൊക്കെ കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇലച്ചെടികളും എല്ലാം തിന്നുന്ന സാധനമായിരിക്കും എന്നല്ല, ആണ്. അതുകൊണ്ടാണല്ലോ ഇത് കൊത്തി തിന്നുന്നത്. എന്തായാലും അവിടെ നിൽക്കുന്ന പുള്ളീനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രണ്ട്ലിയാണ്.
പക്ഷേ പെട്ടെന്ന് എനിക്കിതിനെ കാണുമ്പോഴത്തേക്ക് കാണ്ടാമൃഗമെന്നേ വായി വരുള്ളൂ. പക്ഷെ അല്ല, ഹിപ്പോപ്പൊട്ടാമസ്, നമ്മൾ മറന്നു പോകരുത്. ഞാൻ വിചാരിച്ച് 3 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 3 അല്ല, ഇഷ്ടംപോലെ ആ തോട്ടിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അടുത്തത് ആ മാനാണ്. ഞാൻ ഇപ്പുറത്തൊരു ഗ്ലാസ് കണക്കിട്ട് ഇതിൻ്റെ അകത്ത് കയറി നോക്കിയായിരുന്നു. പക്ഷെ നല്ലോണം കാണാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഫുൾ ചെളിയിലൊക്കെയാണ് കിടന്നത്. എന്നിട്ട് അവർ എടുത്തിട്ട് കുളിപ്പിക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അത് പോയി തന്നെ കുളിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. അടുത്ത കാണ്ടാമൃഗത്തിനെ കണ്ടു. എന്നിട്ട് പുള്ളിപ്പുലിയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇതിൻ്റെയൊക്കെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു പോകും. പുള്ളിപ്പുലി എന്ന് പറയാം. ഇതിനെ കണ്ടു. അത് നല്ല നിന്നിങ്ങനെ മുറിവാണ് കേട്ടോ. എന്നിട്ടാണ് ആൾക്കാരെ കണ്ടിട്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. അത് കഴിഞ്ഞതാ അടുത്തത്, ഞാൻ കഴിഞ്ഞേന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിനൊക്കെ പേരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണത്തിൻ്റെ പേര് മനു അങ്ങനെയൊക്കെ ഇട്ടിട്ട്. ഇപ്രാവശ്യം പേര് നോക്കിയപ്പോഴത്തേക്ക് ഇല്ല, ബോർഡ് ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഓരോ പുലിക്കും സിംഹത്തിനും എല്ലാത്തിനും ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല. എനിക്ക് ഇവനെയാണ് കേട്ടോ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവനാണോ ഇവളാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ചെന്ന് വീഡിയോ എടുത്തപ്പോൾ ഇത്ര നേരം കണ്ണ് നോക്കിയിട്ട് എന്നെ കണ്ടിട്ട് നേരെ പതുക്കെ കണ്ണടച്ചളഞ്ഞു. എന്നിട്ട് ഇവനാണ് ഇച്ചിരി ആള് ഭീകരൻ തോന്നുന്നു. നല്ല എന്തോ ഇതിൻ്റെ കൂടെ ഉള്ള ഒന്നാണ് കേട്ടോ മരിച്ചു പോയത്. അത് മറ്റേ പത്രത്തിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. 2 ഈ കൂട്ടിലുണ്ടായിരുന്നു. ഇന്ന് ഒന്നാണ് മരിച്ചു കേട്ടോ. എന്നിട്ട് വരുന്ന വഴിക്ക് ഞാൻ വെള്ളം തയ്ച്ച് ചാവാറായപ്പോൾ ഒരു വെള്ളച്ചാട്ടങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടപ്പോഴാണ് എൻ്റെ താഴത്തെ വെള്ളം കണ്ടപ്പോഴോ നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ഒന്ന് തൊടാൻ പോലും തോന്നിയില്ല. അടുത്ത പൂമ്പാറ്റകളെ സ്ഥലമെന്നാണ് കേട്ടോ ഇത് പറഞ്ഞത്. എനിക്ക് തോന്നിയില്ല, ഒരു പൂമ്പാറ്റ പോലും ഞാൻ അവിടെ കണ്ടില്ല. എന്നിട്ട് അടുത്തത് പാമ്പുകളുടെ കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചേര, മറ്റേ സർപ്പം, അങ്ങനെ അനാർക്കൊണ്ട, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാമ്പ് സത്യം പറഞ്ഞാൽ ചേര മാത്രം. കാരണം ചേരേനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് പാമ്പിനെ മുടിഞ്ഞ പേടിയാണ്. ഇതാണ് കേട്ടോ ചേര എന്തിട്ട് വേറെന്തോ വിഷമുള്ള പാമ്പിനെ കണക്കാണ് പെട്ടെന്ന് ചേരേനെ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഇതാണ് ഗ്രീൻ അനാർക്കൊണ്ട. അനാർക്കൊണ്ട. തല ചെറുതാണെങ്കിലും മുടൽ വലുതായിരുന്നു. ഇതും അതേ ഇത് രണ്ടാമത്താണ് കേട്ടോ. 2 കൂട്ടിലായിട്ടാണ് 2 പിന്നെ ഈ പാമ്പിൻ്റെ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. കറുപ്പ് നല്ല, എനിക്ക് ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. എന്നും പറഞ്ഞ് പാമ്പിനെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് എനിക്ക് പാമ്പിനെ മുടിഞ്ഞ പേടിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കോളേജിലോട്ട് പോകാനുള്ള സമയമായി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനും അപ്പച്ചി അമ്മ നമ്മളെല്ലാവരും കൂടി കോളേജിലോട്ട് പോയി. ഇതാണ് കേട്ടോ എൻ്റെ കോളേജ്. എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നല്ലവണ്ണം വേറെ വെച്ചപ്പോഴത്തേക്ക് നമ്മളിതാ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.